എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈ ബാഗ് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, ബേബി സുഖമായിട്ടിരിക്കുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എന്താ പറയുക, ഡെലിവറിയുടെ കഥ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. 29th ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കാരണം കൊണ്ട് നമുക്ക് 7th തന്നെ ഡെലിവറി നടത്തേണ്ടി വന്നു. ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോടെല്ലാം വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല, സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഒരു ബാഗ് പ്രിപ്പറേഷൻ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുറേയധികം പേർക്ക് അറിയായിരിക്കും ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഏത് കൺട്രിയിലാണ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാണ്, ഞാൻ ബഹ്റൈൻ എന്ന് പറയുന്നൊരു കൺട്രിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലാണ് എൻ്റെ ഡെലിവറി നടന്നിട്ടുള്ളതും. അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കൊളീഗ്സും തന്നെയാണ് എൻ്റെ കൂട്ടത്തിൽ ഈ 2 ദിവസം ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മെറ്റേണിറ്റി പാക്കേജ് എന്ന് പറയുന്നത് 2 nights ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 nights നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ബേബിയും അതുപോലെ തന്നെ വേറെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ബേബിയും നമ്മുടെ കൂടെ 2 nights തന്നെയായിരിക്കും ഉണ്ടാവുക. 2 nightsന് ശേഷം ആണ് ഡിസ്ചാർജ് വരുന്നത്. ഇതാണ് നമ്മുടെ പാക്കേജ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി ആകാൻ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സാധനങ്ങളൊന്നും നമ്മളിങ്ങനെ വലിച്ചു വാരി കെട്ടി പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് സാധനങ്ങൾ എടുത്ത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകണം തോന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, കാരണം അവിടുത്തെ ഡെലിവറിയും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ബാഗ് പ്രിപ്പറേഷനകത്ത് ഒരുപാട് സാധനങ്ങൾ എടുത്ത് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ബാഗ് പ്രിപ്പറേഷൻ കഴിഞ്ഞ പ്രാവശ്യം അച്ചുക്കുട്ടൻ്റെ ഡെലിവറി ആയ സമയത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ, വേണ്ട സാധനങ്ങളൊന്നും അറിയത്തുമില്ലായിരുന്നു, വേണ്ട സാധനങ്ങളൊന്നും അവൈലബിളും ആയിരുന്നില്ല. അപ്പോൾ ഈ ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ എല്ലാ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് വേണ്ട എസെൻഷ്യൽസിൻ്റെ എല്ലാ ലിസ്റ്റ് ഉണ്ടാക്കി അമ്മേനെ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, അപ്പോൾ സിസ്റ്ററിനെയും വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ 2 പേരും കൂടെ, അമ്മ നേരിട്ട് കോഴിക്കോട് പോയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചു. അപ്പോൾ കസിൻ സിസ്റ്റർ അവൾ ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്ന ഒരു സൈറ്റ് വഴിയിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ബേബിക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്. എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അവർ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളതൊക്കെ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ തെമുന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. ബഹ്റൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അതുവഴിയിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 2 സെക്ഷനായിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബേബിയുടേത് ഒരു സെക്ഷനായിട്ടും എൻ്റെത് വേറൊരു സെക്ഷനായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഐറ്റംസും കൊണ്ടുപോകാത്ത എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസും ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ ഈ ലിസ്റ്റാണ് ഞാൻ ആക്ച്വലി നേരത്തെ ഉണ്ടാക്കി വെച്ചതാണിത്. ഇത് ഫോർ മദർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ഫോർ ബേബി എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഇത് ബാഗിനകത്ത് വെക്കേണ്ടത് മാത്രമല്ല, എനിക്കും ബേബിക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെ ലിസ്റ്റും ഇതിനകത്ത് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അഡ്മിഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ആൻറ്റിനേറ്റൽ ക്ലിനിക്കിൽ നിന്ന് തന്നെ നമുക്കൊരു ലിസ്റ്റ് തന്നു എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. അതിനകത്ത് ഹാർഡ്ലി പോയി കഴിഞ്ഞാൽ ഒരു 4-5 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒരുപാട് സാധനങ്ങളൊന്നും കെട്ടിപ്പറക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ കംഫർട്ടബിളും അതുകൂടെ എൻ്റെ കൂടെ നിന്നത് പ്രണവാണ്. അപ്പോൾ പ്രണവിൻ്റെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുമാണ് ഞാൻ ബാഗിനകത്ത് കൊണ്ടുപോയത്. അപ്പോൾ ഈ ബാഗ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ട് പോയതെന്ന്. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനവും ഇങ്ങനൊരു ഫയലാണ്. ഇതുപോലെ ഒരു ഫയലിനകത്ത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളും, അതുപോലെ തന്നെ ആൻറ്റിനേറ്റൽ കാർഡുകൾ, ആൻറ്റിനേറ്റൽ വിസിറ്റിന് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി എങ്കിലും എടുത്ത് വയ്ക്കുക. ഇപ്പം നിങ്ങൾ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ തന്നെയാണ് എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിൽ ഇതിൻ്റെ എല്ലാ റിപ്പോർട്ട്സ് കാണും. പക്ഷെ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ എല്ലാം ഒരു ഹാർഡ് കോപ്പി, ഒരു ഫയൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഈ ഫയൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എടുത്തു കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ സോക്സ് ആണ്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ലിസ്റ്റിലും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് യൂസ് ചെയ്യേണ്ടി വന്നില്ല.
കാരണം ഒരുപാട് ബ്ലഡ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വിയർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂസ് വന്നാലും നമുക്ക് ഈ സോക്സ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ അണ്ടർ ഗാർമെൻസിൻ്റെ ഒരു പാക്കാണ്. അതിപ്പോൾ ഒരു പാൻറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മേടിച്ച സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലത്തെ ബ്രാ അല്ലായിരുന്നു, ഫീഡിങ് ബ്രാസ് ആണ് ഞാൻ യൂസ് ചെയ്തത്. അത് ഫീഡിങ് ബ്രാസ് ഞാൻ എന്താ പറയുക, തെമ്മുന്ന് ഓർഡർ ചെയ്ത ഫീഡിങ് ബ്രാസ് ഉണ്ടായിരുന്നു, ഇവിടുന്ന് മേടിച്ചതും ഉണ്ടായിരുന്നു. രണ്ടും നല്ല സാധനമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ സാധനങ്ങളായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പേസ്റ്റ്, ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ സാധനവും ഇത് പറഞ്ഞ പോലെ ഞാൻ തെമ്മുന്ന് ഓർഡർ ചെയ്ത സാധനമാണ്. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് അവിടെ ഇവിടെയൊന്നും സാധനങ്ങളൊന്നും വലിച്ചു വാരി വെക്കണ്ട, ഈ ഇതിനകത്ത് ഇട്ട് വെച്ചാൽ മതിയായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഡിസ്പോസിബിൾ പാൻറ്റീസ് ആണ്. ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ലേഡീസിന് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നമ്മൾ പാൻറ്റീസ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. ചേഞ്ച് ചെയ്യുവാണെങ്കിൽ തന്നെ അത് ത്രോ ചെയ്യുന്നൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കഴുകിക്കൊണ്ടിരിക്കണം. ഇവിടെയൊന്നും നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു കംഫർട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിസ്പോസിബിൾ പാൻറ്റീസ് മേടിച്ചു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പോസിബിൾ പാൻറ്റീസ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ തന്നു. ഞാൻ അഡ്മിഷൻ ആയിരുന്ന സമയത്ത് തന്നെ വേണ്ട സാധനങ്ങളെല്ലാം അവർ തന്നിട്ടുണ്ടായിരുന്നു. മെറ്റേണിറ്റി പാഡ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആ ദിവസങ്ങളിൽ യൂസ് ആവേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എക്സ്ട്രാ തെമ്മുവിൽ നിന്ന് ഇതുപോലെ തന്നെ ഓർഡർ ചെയ്ത് ഡിസ്പോസിബിൾ പാൻറ്റീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് നമ്മുടെ വാലറ്റാണ്. നമ്മുടെ പേയ്മെൻറ്റ് സാധനങ്ങളെല്ലാം, അതായത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, നിങ്ങൾ പേയ്മെൻറ്റ് എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ബൈ ക്യാഷ് ആണെങ്കിൽ ബൈ ക്യാഷ്, ഇതൊക്കെ സേഫായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ എടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബൈബിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വിശ്വാസത്തിൻ്റെ പരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബൈബിൾ എടുത്തു എൻ്റെ പ്രെയറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്താ പറയുക, പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴുത്തിലൊരു കൊന്ത ഇടണമെന്ന്. അപ്പോൾ ഞാനത് കഴുത്തിലൊരു കൊന്ത ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ചെറിയ മണിക്കൊന്തയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ സാധാരണ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഡ്രസ്സ് എങ്ങനെയാണ് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ 2 ഡ്രസ്സ് അവിടെ ഡേ ടൈമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള 2 നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമുക്ക് അവിടെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ട് ഓപ്പൺ ഉള്ള നൈറ്റ് ഡ്രസ്സസ് എടുത്തു. പിന്നെ എടുത്തത് ഒരു ഡ്രസ്സ് ഇവിടുന്ന് ഇട്ടിട്ട് പോകാനുള്ള ഒരു നല്ല ഡ്രസ്സും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ബേബിയെ കൊണ്ട് ഡിസ്ചാർജ് ആയി വരുന്ന സമയത്ത് ഇടാനുള്ള ഒരു ഡ്രസ്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് മേക്കപ്പ് ബോക്സ് ആണ്. ഇതിനകത്ത് സാധാരണ ഞാൻ ചെയ്യുന്നത് പോലെ ഒരു ലിപ്സ്റ്റിക്ക്, അല്ലെങ്കിൽ ഐലൈനർ, ഐബ്രോ പെൻസില്, അല്ലെങ്കിൽ കാജൽ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു മേക്കപ്പ് പാക്ക് എടുത്തു. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എടുത്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് 2 ദിവസം എന്താ പറയുക, മോർണിംഗിൽ കുളിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സോപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാമ്പൂവും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മോയ്സ്ചറൈസിങ് ക്രീം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ സിയുടെ ക്രീമാണ്. ഇതും എനിക്ക് എൻ്റെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള ക്രീം ആയതുകൊണ്ട് അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചീപ്പ്, യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്ന ചീപ്പ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുത്തത് എനിക്ക് വേണ്ടിയിട്ട് ഹെയർ ബാൻഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹെയർ ബാൻഡ്സ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ചെറിയ മുടി ആയതുകൊണ്ട്, അധികം നീളമില്ലാത്ത മുടി ആയതുകൊണ്ട് മുകളിലോട്ട് പിടിച്ച് കെട്ടാനും പറ്റൂല, അത് കെട്ടിക്കഴിഞ്ഞാൽ ഊരി പോരുകയും ചെയ്യാം. അതുകൊണ്ട് 2 ഹെയർ ബാൻഡ്സ് ഞാൻ എടുത്തു. പിന്നെ സാധാരണ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക, സാനിറ്ററി പാഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതും അങ്ങനെ വലിയ ആവശ്യം വന്നില്ല. മെറ്റേണിറ്റി പാഡ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത കാര്യം വിക്സ് ആണ്. വിക്സ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കൈക്കും കാലിനും എല്ലായിടത്തും വേദനയാണ്, തൊടുന്നിടത്തെല്ലാം വേദനയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ വിക്സും വെച്ചിട്ട് പ്രണവ് എനിക്ക് മസാജ് ചെയ്തൊക്കെ തരാറുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടും പ്രണവിന് ചെറിയ പണി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിക്സും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാനിങ്ങനെ സെപ്പറേറ്റ് ബാഗിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചത്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഈ മദേഴ്സിന് ആവശ്യമായിട്ടുള്ളതും ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ചില സാധനങ്ങൾ. ഇതെന്താണെന്ന് വെച്ചാൽ മിൽക്ക് കളക്ടേഴ്സാണ്. ഇത് ഭയങ്കരമായിട്ട് മിൽക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഇത് കളക്ട് ചെയ്ത് വെക്കാനായിട്ട്, അതായത് ഇതിങ്ങനെ സ്പില്ല് ചെയ്ത് വെറുതെ പോവില്ല, വേസ്റ്റ് ആവില്ല. അപ്പോൾ ഈ സാധനം നല്ലതാട്ടോ. ഞാൻ യൂസ് ചെയ്ത് നോക്കി, എനിക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ എന്തുവാ, എൻ്റെ പേര് മറന്നുപോയല്ലോ, ഇതെന്തായിരുന്നു,
ബ്രസ്റ്റ് പാഡ്സും ഇതുപോലെ തന്നെ നമുക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ലീക്കും മറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, നമുക്ക് അതിൻ്റെ പാടൊന്നും ഇങ്ങനെ ഡ്രസ്സിന് വെളിയിൽ കാണത്തില്ല. അപ്പോൾ അതൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ ഉള്ളത് ഇതാണ്. ഇത് മിൽക്ക് കളക്ട് ചെയ്യാനുള്ള ബാഗ്സ് ആണ്. ഇത് ആരെങ്കിലും ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് എമൗണ്ട് എഴുതിയിട്ടുണ്ട്, നമ്മുടെ പേര് എഴുതാം, അതുപോലെ തന്നെ ഡേറ്റും ടൈമും ഒക്കെ എഴുതി വെക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വർക്കിംഗ് മദേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയ സാധനമാണ്. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്തോ ഒക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ബേബീസിനെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ മിൽക്ക് ഈ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മളത് കളക്ട് ചെയ്ത് ഇതിനുള്ളിൽ വെച്ച് ഫ്രീസറിലോ ഫ്രിഡ്ജിൽ സാധാരണ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചറിലോ വെച്ചിട്ട് പോകാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര സമയം വെക്കാം ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ എത്ര സമയം വെക്കാം എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് വേണ്ടത് ഇതും തെമുനിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ വേറൊരു സാധനം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇതാണ്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന മദേഴ്സിന് ഇപ്പോൾ ആരെങ്കിലും ഒത്തിരി പേര് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ബേബി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊരു കവറിങ് ഷീറ്റ് പോലെ അങ്ങനെ നമുക്ക് ഇട്ടിട്ട് അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയ സാധനമാണ്. ഒരുപാട് എന്താ പറയുക, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി എല്ലാവരും വരുന്ന സമയത്തും ഒക്കെ നമുക്കിത് കാണിക്കും, ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ബ്രസ്റ്റ് പമ്പും ഇതുപോലെ തന്നെ നന്നായിട്ട് സക്ക് ചെയ്യാത്ത ബേബീസ്, ഇപ്പം എൻ്റെ ബേബിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ സക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവൾ ഉറങ്ങിപ്പോവും. അപ്പോൾ ഉറങ്ങിപ്പോകുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഇങ്ങനെ മിൽക്ക് ഇങ്ങനെ കെട്ടി നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് ഫീഡിങ് പമ്പ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ കവറിനകത്ത് സ്റ്റോർ ചെയ്യാറും ഉണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ ഇത് അബ്ഡോമിനൽ ബെൽറ്റ് ആണ്. ഇതും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തുണി വരിഞ്ഞ് മുറുക്കി കെട്ടുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ യൂഷ്വലി ആദ്യത്തെ 2 ദിവസം തുണി വരിഞ്ഞ് മുറുക്കി കെട്ടാൻ ശ്രമിച്ചു. പക്ഷെ അത് അത്ര സക്സസ്ഫുൾ ആയി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ അബ്ഡോമിനൽ ബെൽറ്റ് ആണ് എനിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കുറച്ച് അധികം ലെങ്തി വീഡിയോസ് ആയി, ബിക്കോസ് ഞാനിപ്പോൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് മദറിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇനി മുതൽ ബഹ്റിനിലെ പുതിയ ലോ അനുസരിച്ചിട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലല്ല പോകേണ്ടത്. പണ്ടൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ശരിക്കും പോകേണ്ടത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബഹ്റിനിൽ മാത്രമല്ല നാട്ടിലുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വെള്ളത്തുണി അങ്ങനെയുള്ള സാധനമൊക്കെ നാട്ടിലുള്ളവർക്ക് വേണം. അതൊക്കെ അതല്ലാതെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്നാണ് എനിക്കും അമ്മ ഇതെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ.